ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഷിത പറയാണ്, അതുവരെ എത്തി കാര്യങ്ങൾ അയാളും അടിച്ച്, അയാളുടെ അമ്മയെ അടിച്ച്. അപ്പോൾ ഇനി എനിക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല, ഒരു ജോലി വേണമല്ലോ, അതുവരെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ആഷിത സൂചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ചേച്ചി ഒന്ന് ചോദിക്കുകയാണേ, ആഹാ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടാ. നിൻ്റെ ജോലിയൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ 6 മാസം പ്രൊബേഷൻ പീരീഡാണ്. എന്തായാലും നീ സ്വന്തം കാലിൽ നിന്നല്ലോ, അതാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടത്. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ കാലില്ലാത്ത ആൾക്കാരെ മറക്കരുത്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുജി ചോദിക്കുമ്പോൾ, എനിക്ക് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യായിരുന്നില്ലേ, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തേക്ക് ഒന്ന് വരികയെങ്കിലും ചെയ്യായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു സുജിനോടും പിണങ്ങാണേ. അപ്പോൾ മാഷിങ്ങനെ പ്രിയാമണിയോട് പറയുന്നുണ്ട്, എന്താണ് മോൾക്ക് അത്രയും വിഷമമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സുജി ആഷിതയും കൂടെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും ആഷിത ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊക്കെ എന്നെ മറക്കാൻ കഴിഞ്ഞല്ലോ, പക്ഷേ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മനെയും സഹോദരന്മാരെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ട് നിൽക്കാൻ എനിക്കാവൂല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഈ സമയത്ത് ഇഷിത അവിടേക്ക് വരാം. ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചില്ലാണ് കേട്ടോ. പക്ഷേ ഇഷിത അങ്ങനെ കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്തായാലും ഇനി കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് PSC വഴി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല, ഞാനിങ്ങോട്ട് കെട്ടിക്കയറി വരുമൊന്നുമില്ല. എന്തായാലും ജോലി ചെയ്ത് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടിയിട്ട് ആഷിത ഇറങ്ങി പോവാണ് കേട്ടോ. ഇഷിതനോടൊന്നും എന്തെന്നില്ല. അപ്പോൾ ഇഷിത സങ്കടത്തിൽ നിൽക്കുമ്പോൾ മാഷ് വന്ന് പറയുന്നുണ്ട്, മോളെ വിഷമിക്കേണ്ട, അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അത്രയും വരെ കാര്യങ്ങൾ എത്തി എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് കേട്ടോ. ആകാശിനെ കാപ്പി കൊണ്ടു കൊടുക്കുമ്പോൾ കാപ്പി വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 70 കോടിയുടെ പ്രോപ്പർട്ടി കിട്ടിയതിന് ഇന്നലെ 1 മണി വരെ ആഘോഷമായിരുന്നല്ലോ, അതുകൊണ്ടാണ് കാപ്പി കൊണ്ടുവന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ശരിയാണ്, എന്തായാലും മഹേഷ് എൻ്റെ മുന്നിൽ തോറ്റല്ലോ, അവന് ബെഗേഴ്സ് യൂണിയനിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണെ. അവന് 70 കോടിയുടെ ഈ ലേലം പിടിച്ചിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് പുതിയ പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നിന്നിരുന്നതാണ്. ഇപ്പോൾ കമ്പനി മാനേജർ MD അവനെ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതിന് പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റോ? വിനോദ് മാളിയേക്കൽ. അപ്പോൾ അവർ ചേട്ടനിയന്മാരല്ലേ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അവൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കൊന്നും അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് പറയാണ്. താൻ എന്തായാലും അകത്തേക്ക് പോക്കോ, ഞാൻ കുറച്ച് നേരം വിനോദിനോട് സംസാരിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രചന അകത്തേക്ക് പോകും. അപ്പോൾ വിനോദ് വന്ന വഴിക്ക് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ എന്തിനാണ് ആകാശം എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പൊളിറ്റിക്കൽ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചാണ് എന്ന് പറയും കേട്ടോ. ആകാശം എന്താ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ? സാരില്ല, കോടീശ്വരന്മാരെ പാർട്ടി എപ്പോഴും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. പാവങ്ങളെ എന്നുള്ള വാക്ക് എപ്പോഴും വാക്കുകളിലും കോടീശ്വരന്മാർക്കാണ് പാർട്ടിയിൽ സ്ഥാനം. വലിയ പ്രവർത്തിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും. തൽക്കാലം ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ തന്നോട് സംസാരിക്കാൻ വിളിച്ചതെന്ന് പറയട്ടോ. അയാൾ പറഞ്ഞത് കേട്ടില്ല, ആകാശിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഗുരുവാണല്ലോ, രാഷ്ട്രീയ ഗുരു തന്നെയാണ്. പക്ഷേ എന്നെ തള്ളാൻ നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനും പണി കൊടുക്കും തിരിച്ച് എന്ന് പറയണേ. ഈ സമയത്ത് രചന അവിടേക്ക് വരികയാണേ. അറിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്താ പുതിയൊരു ചോദ്യം? അല്ല, മഹേഷിൻ്റെ അനിയനായിട്ട് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അത് സാരില്ല, മഹേഷും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം അത് വേറെ രീതിയിൽ നിൽക്കും, പക്ഷേ ഞാൻ വേറെ രീതിയിലാണ് സംസാരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രചന ഇങ്ങനെ പറയാൻ കേട്ടോ, ഞാൻ ആ വീട്ടിൽ അനുഭവിച്ച വേദനകൾ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. മഹേഷിനെ കുറ്റം പറഞ്ഞോടുകൂടിയിട്ട് വിനോദ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. വിനോദ് ചാടി എഴുന്നിട്ട് നിർത്തടി എന്ന് പറയാൻ കേട്ടോ. എൻ്റെ ഏട്ടനല്ലായിരുന്നു നിനക്ക് വേണ്ടത്, എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ച് എൻ്റെ ഏട്ടൻ്റെ കൂടെ ജീവിച്ചിട്ട് രഹസ്യ കാമുകനെ വിളിച്ചു വരുത്തിയുള്ളൂ നീ എന്ന് പറഞ്ഞിട്ട് വളരെയധികം മോശപ്പെട്ട് സംസാരിച്ചിട്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് രചന പറയുന്നുണ്ട്, പിള്ളേർ 2 പേരും എൻ്റെ ആണെന്നൊക്കെ പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ, കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ, നീ ഇപ്പോൾ തൽക്കാലം ഭാര്യയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ അടുത്തുനിന്ന് വിനോദ് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ്. എന്താണ് രചന താൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അവൻ പോയില്ലേന്ന് ചോദിക്കുകയാണ്. സാരില്ല, അവൻ നമ്മളെ മുന്നിൽ വരും എന്നൊക്കെ ആകാശ് പറയാണ് കേട്ടോ. അപ്പോൾ സോറി ആകാശ് എന്ന് രചനയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആഷിദിനെ കുറിച്ച് ഇഷിതൊക്കെ സംസാരിക്കുകയാണ്. എന്തായാലും പ്രശ്നങ്ങൾ ഇത്ര വരെ എത്തി, മോൻ അവളെ തല്ലുകയും ചെയ്തു എന്ന് പറയും. തല്ലേ അമ്മ എന്തി പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. തിരിച്ചൊന്ന് കൊടുക്കായിരുന്നില്ലേ എന്ന് പറയട്ടോ. അതേ മാഷെ തിരിച്ചു തല്ലാനാണ് കേട്ടോ മോള് പറയുന്നതെന്ന് പറയുമ്പോൾ, പിന്നെ അല്ലാതെ അമ്മയുടെ കാലത്തെ ആൾക്കാർ തല്ലൊക്കെ കൊണ്ട് നിൽക്കുകയായിരിക്കും ഭർത്താവിന്, പക്ഷേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ കൊണ്ട് നിൽക്കൂല, അങ്ങനെ കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇഷിത. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂല, ഞാനും ശരിക്കും ചേച്ചിയുടെ അടുത്തേക്ക് പോകേണ്ടതായിരുന്നു.
മനസ്സിനി അമ്മനെ കാണണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പോകാതിരുന്നത്. ഇപ്പോൾ അത് ഇത്ര വലിയ പ്രശ്നമായി മാറുന്നു അറിഞ്ഞില്ല. അപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട്, മോളെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് ഇഷിതനെ പണ്ട് സ്കൂളിൽ വെച്ചിട്ട് പുൽപ്പള്ളിയിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചിട്ട് അവിടെ വെച്ച് അടിച്ചതാണ്. എച്ചമ്മ ചോദിച്ചപ്പോൾ എൻ്റെ അനിയത്തിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ അടിക്കുന്നതാണ് എച്ചമ്മിനോട് വരെ പറഞ്ഞതെന്ന് മാഷും പറയട്ടോ. എന്തായാലും ഈശ്വരനൊന്ന് വിളിക്കും പ്രിയാമണി. ഈ പ്രിയാമണി സൗണ്ട് കേൾക്കുമ്പോൾ വിഷമങ്ങളൊക്കെ മറക്കും എന്നൊക്കെ പറയട്ടോ. പക്ഷേ ഈശ്വർ വളരെ മോശമായിട്ടാണ് ഈ പ്രിയാമണിയോട് സംസാരിച്ചത്. എന്താ നിങ്ങൾ എന്നെ അറിയോ, എന്താ പുതിയ മരുമോനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ, അതോടെ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേടാ ഞങ്ങളുടെ ആദ്യത്തെ മോൻ എന്ന് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല, അഷിതിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അവൾ പറഞ്ഞു. അങ്ങനെയല്ല, മോന് പറയാലോ എന്ന് പറയണ്ട. അവളതിനെ ആരെ അനുസരിക്കില്ലല്ലോ, അമ്മനെ അനുസരിക്കില്ല, എന്നെ അനുസരിക്കില്ല. അവൾക്ക് അമ്മയും അവളുടെ വീട്ടുകാരുമാണ് വലുത്. അപ്പോൾ ആ രീതി തന്നെ ഞാനും പഠിച്ചു. എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ആൾക്കാരും തന്നെയാണ് വലുത്. ഇനി എന്തായാലും അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ തൽക്കാലം തിരക്കുണ്ട്, ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പ്രിയാമണി കരഞ്ഞുകൊണ്ട് പറയാണ്, ഈശ്വര ആകെ മാറി മോളെ എന്ന് പറയാനിട്ട്. സാറില്ല, അമ്മ വിഷമിക്കണ്ട, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇത് നമ്മൾ ഇടപെടേണ്ട സമയമായി കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. മാഷ് പറയാണ് ഞാൻ പോയി സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇഷിത പറയും, വേണ്ട അച്ഛൻ പോകണ്ട, ഞാൻ പോയിക്കോളാം. വേണ്ട മോളെ ഞാൻ പോയിക്കോളാം, വേണ്ട അച്ഛൻ പോകണ്ട, അച്ഛൻ പോയി മനസ്സിന് അമ്മയുടെ മുന്നിൽ അപമാനിക്കപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ പോകാം, ഞാൻ പോയി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകാൻ പോകുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മാഷ് മോളെ ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. അതെ അപ്പാർട്ട്മെൻറ്റ് മാറാണ് കേട്ടോ, ഇവിടെ പണി തുടങ്ങാൻ പോവുകയാണ്. 101 മാറാണ് വെച്ചാൽ അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്കല്ലേ, എന്തായാലും ഐശ്വര്യമുള്ളൊരു വീടായിരുന്നു ഇതെന്നൊക്കെ പ്രിയാമണി പറയുമ്പോൾ, താൽക്കാലികമായിട്ടല്ലേ, നമുക്ക് ഇവിടേക്ക് തന്നെ വരാം, പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പൊടിയായിരിക്കും ഇവിടെ, പിന്നെ നമുക്ക് പറ്റില്ല എന്ന് പറയാം കേട്ടോ. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകും. ഈ സമയത്ത് മഹേഷ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്നവലി ചൂടുവെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഈ ചൂടുവെള്ളം കുറച്ച് കുടിച്ചാൽ തൊണ്ടയ്ക്ക് ആശ്വാസം. ഇപ്പം എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലമ്മേ, ഈ തൊണ്ടയാണ് എന്നെ ചതിച്ചത് ഇന്ന് MD വിളിച്ചിട്ടുണ്ടായിരുന്നു, കഴിവില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിച്ചു. 70 കോടിയുടെ പ്രോപ്പർട്ടി പിടിച്ചെടുത്തിരുന്നെങ്കിൽ കമ്പനിക്ക് പുതിയ പ്രൊജക്റ്റ് തയ്യാറാക്കാനായിരുന്നു, ഇപ്പം അതൊന്നും നടന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, അതെ അതിൻ്റെ ഇടയിൽ ഈ പ്രോപ്പർട്ടി നഷ്ടത്തിലാണെന്നുള്ള രഹസ്യം എങ്ങനെ ഇഷിതയ്ക്ക് മനസ്സിലായി എന്ന് ചോദിച്ചോ? അപ്പം ഇല്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല, അതൊക്കെയല്ലേ മോനെ ചോദിക്കേണ്ടത്. അപ്പോൾ പ്രിയാമണി പറഞ്ഞു, എന്തിനാ അതൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്, ഭർത്താവ് പറയേണ്ടത് അനുസരിക്കുകയാണ് ഭാര്യയുടെ പ്രധാന കടമ എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് ഇഷിത വരികയാണ് കേട്ടോ. ഇഷിത വന്നിട്ട് അമ്മനോട് ചോദിക്കുകയാണ്, എന്താണ് ഭർത്താവ് പറഞ്ഞത് അനുസരിക്കേണ്ടത്, ഭാര്യയുടെ കടമയാണെന്ന് പറഞ്ഞത്, ആരെയാണ് അനുസരിക്കേണ്ടത്, ഭാര്യയെ എപ്പോഴും ഭർത്താവിനെ അനുസരിക്കണം, അനുസരിച്ച് തന്നെ വേണം ജീവിക്കാൻ എന്നൊക്കെ പറയുകയാണേ. ഈ സമയത്ത് വിവേക് വിളിച്ചിട്ട് പറയാണ് TV വെച്ച് വെക്കാൻ പറയാണ്. അപ്പം മഹേഷ് വേഗം പോയിട്ട് TV വാർത്ത വെക്കുകയാണ് കേട്ടോ. വാർത്ത വെക്കുമ്പോഴാണ് അതിൽ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. സർക്കാർ മരവിപ്പിച്ച ഒരു ഭൂമി, 10 ഏക്കർ ഭൂമി അത് ലേലത്തിൽ വിളിച്ചത് ആകാശ് മേനോനാണ്. 70 കോടിക്കാണ് ലേലത്തിൽ വിളിച്ചത്. ആകാശ് മേനോൻ്റെ ഷെയർ മാർക്കറ്റ് തലയും കുത്തി വീണിരിക്കുകയാണ്, ആകെ തകർന്നടിഞ്ഞ് ആകാശ് മേനോൻ എന്നൊക്കെ പറയാനുണ്ട്. ഇതൊന്നും അറിയാതെ ആകാശ് മേനോൻ തൻ്റെ പ്രോപ്പർട്ടിയിൽ പുതിയ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു രംഗത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗമൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് മേനോനായ പ്രോപ്പർട്ടിയിൽ നിന്നിട്ട് പത്രപ്രവർത്തകരോട് പറയുകയാണ്, ഈ പ്രോപ്പർട്ടിയിൽ ഞാനൊരു ആധുനിക നഗരം തന്നെ കൊണ്ടുവരും, നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു നഗരമായിരിക്കും ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വീമ്പിളക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് പോലീസുകാരൻ വരാണ് കേട്ടോ, ജോർജ്. അപ്പോൾ അയാൾ വന്നിട്ട് പറയാണ്, ആകാശ് ഒരു കാര്യമുണ്ട്, എന്താ താൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം കേട്ടോ. ഈ പ്രോപ്പർട്ടി സർക്കാർ മരവിപ്പിച്ച പ്രോപ്പർട്ടിയാണ്, അത് സർക്കാരിന് മാത്രമേ വിൽക്കാനും വാങ്ങാനും പറ്റുള്ളൂ, താൻ ഇത് നന്നായി അന്വേഷിച്ചതാണെന്ന് വെച്ചിട്ട് അയൊരു നോട്ടീസ് അയാളുടെ കയ്യിലേക്ക്, ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അയാൾ. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് നോട്ടീസൊക്കെ ആകാശിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.